Hi students, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയെ കുറിച്ചാണ്. ഫോർ ദാറ്റ് ലോട്ട് ഓഫ് സയന്റിസ്റ്റ് ദേ കണ്ടക്റ്റഡ് സം എക്സ്പെരിമെന്റ്. അതിലേക്ക് ലീഡ് ചെയ്ത ഇലക്ട്രോൺസിന്റെ ഡിസ്കവറിയിലേക്ക് ലീഡ് ചെയ്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. ദി എക്സ്പെരിമെന്റ് ഈസ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രിസിറ്റിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി മൈക്കൽ ഫാരഡേ. ഹീ സ്റ്റാർട്ടഡ് ദിസ് ഡിസ്ചാർജ് ട്യൂബ്. എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് ഞാൻ ഇപ്പോൾ ഉടൻ പറയും. ഡിസ്ചാർജ് ട്യൂബ് അതിന് ലേറ്റർ വില്യം ക്രൂക്സ് ഗോ ഹെഡ് വിത്ത് ദി സ്റ്റഡീസ് യൂസിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റഡീസ് വില്യം ക്രൂക്കും കണ്ടിന്യൂ ചെയ്തു. രണ്ട് സയന്റിസ്റ്റിനെ ഞാൻ പറഞ്ഞു, മൈക്കൽ ഫാരഡേ ആൻഡ് വില്യം ക്രൂക്ക്. പക്ഷേ ഹിയർ വി ഹാവ് ടു ഡിസ്കസ് ദി ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്റ്റഡ് ബൈ ജെ തോംസൺ. ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് കണ്ടക്ട് ചെയ്ത ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ജെ തോംസൺ കണ്ടക്ട് ചെയ്ത ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യം, വാട്ട് ഈസ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്? ഹിയർ യു ക്യാൻ സീ എ ഗ്ലാസ് ട്യൂബ്. അല്ലേ, നിങ്ങൾക്കൊരു ഗ്ലാസ് ട്യൂബ് കാണാം. റൈറ്റ്, നിങ്ങൾക്ക് ഇതിനകത്തൊരു ഗ്ലാസ് ട്യൂബ് കാണാം അല്ലേ, ഗ്ലാസ് ട്യൂബ്. ആൻഡ് ദിസ് ഗ്ലാസ് ട്യൂബ് നോർമലി നമുക്കൊന്ന് ഗസ് ചെയ്താൽ ഇറ്റ് ഹാസ് നിയർലി 60 സെൻറ്റിമീറ്റർ ലെങ്ത്, 5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഏകദേശം നമ്മളൊന്ന് പ്രതീക്ഷിച്ചാൽ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരു എക്സ്പെക്ടേഷൻ വെച്ച് അത്രയും ലെങ്ത്തും 5 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് ഡിസ്ചാർജ് ട്യൂബ്. പക്ഷേ ഡിസ്ചാർജ് ട്യൂബ് ഹാവ് സം സ്പെഷ്യാലിറ്റീസ് അല്ലേ. ബോത്ത് എൻഡ്സ് ഓഫ് ദീസ് ട്യൂബ്സ്, ആ ട്യൂബിൻ്റെ രണ്ട് എൻഡിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. 2 electrodes are there അല്ലേ, 2 ഇലക്ട്രോഡുകൾ നിങ്ങൾക്ക് കാണാം. 2 electrodes are there. One is cathode. കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ്. ആൻഡ് another is anode. ആനോഡ് എന്താ? പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ്. സോ ഹിയർ ഇറ്റ് ഈസ് എ ഡിസ്ചാർജ് ട്യൂബ് അല്ലേ. ആൻഡ് at both ends there are 2 electrodes. One is cathode and another is anode. മറ്റത് ആനോഡുമാണ്. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ there is a power source you can see. എന്തിനായിരിക്കും? വോൾട്ടേജ് കൊടുക്കാൻ, പവർ കൊടുക്കാൻ, കറണ്ട് കടത്തിവിടാൻ. ഓക്കെ, കാഥോടും ആനോടും ഇരിക്കുകയല്ലേ, കറണ്ട് കൊടുക്കണ്ടേ. അതിനാണ് എന്താ ഈ പറയുന്ന പവർ സോഴ്സ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹിയർ യു ക്യാൻ സീ ദാറ്റ് there is a vacuum pump അല്ലേ. അവിടെ ഒരു വാക്വം പമ്പ് ഇരിക്കുന്നു. What is the intention of this vacuum pump? It is connected to that glass tube. ഗ്ലാസ് ട്യൂബുമായിട്ട് ഒരു വാക്വം പമ്പിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും? ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തിനാ? ഇതിനകത്ത് നിന്ന് ഗ്യാസിനെ റിമൂവ് ചെയ്യേണ്ടി വന്നാൽ റിമൂവ് ചെയ്യുക. ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ് ഏതാണോ അതിനെ റിമൂവ് ചെയ്യുക. ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ആ ഗ്യാസിനെ കുറേച്ചെടുത്ത് പുറത്ത് കളയാനാണ് ഏതിനെ വെച്ചിരിക്കുന്നത്? വാക്വം പമ്പ്. അതെന്തിനാ ഗ്യാസ് പുറത്ത് കളയണേ? When the amount of gas is reduced in that discharge tube, ആ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസിന്റെ എമൗണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള എയറിന്റെ പ്രഷർ കുറയും, ഗ്യാസിന്റെ പ്രഷർ കുറയും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, വാട്ട് ഈസ് ദി ഇന്റൻഷൻ ഓഫ് ദിസ് വാക്വം പമ്പ്? വെരി സിമ്പിൾ. എന്താ? ടു റെഡ്യൂസ് ദി പ്രഷർ ഇൻസൈഡ് ദാറ്റ് ഡിസ്ചാർജ് ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള പ്രഷറിനെ കുറയ്ക്കാനാണ് അവിടെ വാക്വം പമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. വാക്വം പമ്പ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ടു റെഡ്യൂസ് ദി പ്രഷർ ഇൻസൈഡ് ദാറ്റ് ഡിസ്ചാർജ് ട്യൂബ്. ആ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള പ്രഷർ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? കുറേശ്ശെ ഗ്യാസിന്റെ എമൗണ്ട് കുറയുമ്പോൾ അവിടെയുള്ള പ്രഷർ കുറയും അല്ലേ. അതിനെ റിമൂവ് ചെയ്യുക. അതാണ് വാക്വം പമ്പിന്റെ യൂസ്. ഓക്കെ, അങ്ങനെ വാക്വം പമ്പ് ഉപയോഗിച്ചു, പ്രഷർ റെഡ്യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിറച്ചു. അതായത് നമ്മുടെ വെളിയിലുള്ള പ്രഷർ എത്രയാണോ ആ പ്രഷറിലുള്ള ഗ്യാസ് തന്നെ ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചു. ഹൈ വോൾട്ടേജ്, നിയർലി 10,000 വോൾട്ട് അങ്ങോട്ട് കൊടുത്തു. 10,000 വോൾട്ട്. നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലേക്ക് നോക്കിയാൽ യു കാൺ സീ എനിത്തിങ്. പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ചൊന്നും എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെന്നും നമുക്ക് ഫീൽ ചെയ്യില്ല.
റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അറ്റ് എ നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 1 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്യാസസ് ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയുടെ എന്താണ്? ബാഡ് കണ്ടക്ടറാണ്. നമുക്കും അറിയാം, നമ്മളും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? നമ്മുടെ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ പോയാൽ അതാ ഇവിടെ നോക്കിക്കേ, 11 kV ലൈനൊക്കെ പോയിരിക്കുന്നു. അതിൽ അലൂമിനിയം എന്ന് പറയുന്ന കണ്ടക്ടിങ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെവിടെയെങ്കിലും നിങ്ങളൊരു ഇൻസുലേറ്റർ കോട്ടിംഗ് ഉള്ളതായി കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും നമുക്ക് എന്തനുഭവപ്പെടുന്നില്ല? ഷോക്ക് അനുഭവപ്പെടുന്നില്ല. എന്താ കാര്യം? എന്താ അതിൻ്റെ കാര്യം? എന്താ? നമ്മുടെ ഇടയിലുള്ള, നമ്മുടെയും ആ ഇലക്ട്രിക് ലൈനും ഇടയിലുള്ള എയർ കണ്ടക്ടർ അല്ല, അതൊരു ഇൻസുലേറ്ററാണ് നോർമൽ പ്രഷറിൽ. അതുകൊണ്ട് കറണ്ട് കടന്ന് നമ്മുടെ ശരീരത്തിലൂടെ എർത്തിൽ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഷോക്കില്ല. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ലൈൻസ് വരച്ചിരിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ ലൈൻസിലും ഇൻസുലേറ്ററും കൂടെ കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പം അത് കൊടുക്കണ്ട. എൻ്റെ കാര്യം ഇതാ, എയർ ഒരു ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഈ ജെ തോംസൺ വെൻ ഹി കണ്ടക്ടഡ് ദിസ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, നമ്മൾ ഇതൊക്കെ കളഞ്ഞു. ഇതാ വീണ്ടും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നമ്മൾ വീണ്ടും അന്ന് ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ ജെ തോംസൺ റിപ്പീറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനകത്തുള്ള പ്രഷർ കുറച്ചു. ആരുണ്ട് നമുക്ക് അവിടെ? വാക്വം പമ്പ്. ബൈ യൂസിങ് ദിസ് വാക്വം പമ്പ് യു ക്യാൻ റെഡ്യൂസ് ദി പ്രഷർ ഇൻസൈഡ് ദാറ്റ് ഡിസ്ചാർജ് ട്യൂബ്. ആ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള എയറിനെ കുറേശ്ശെ റിമൂവ് ചെയ്യാൻ നമുക്ക് വാക്വം പമ്പ് കണക്ട് ചെയ്തിരിക്കുകയല്ലേ. ബൈ യൂസിങ് ദാറ്റ് യു ക്യാൻ റെഡ്യൂസ് ദാറ്റ് പ്രഷർ. എന്ത് സംഭവിക്കും? നോർമലി എന്ത് സംഭവിക്കും? പ്രഷർ കുറഞ്ഞു. നൗ യു ക്യാൻ സീ ദാറ്റ് a glow is there that starts from cathode and proceeding to anode. നോക്കിക്കേ, കാഥോഡിൽ നിന്ന് പ്രഷർ കുറഞ്ഞു വന്നപ്പോൾ കാഥോഡിൽ നിന്ന് ഒരു ഗ്ലോ നേരെ ആനോഡിലേക്ക് പോയി. യു ക്യാൻ കോൾ ദീസ് റേസ് as cathode rays. നിങ്ങൾ ഈ റേസിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേസ്. ബിക്കോസ് കാഥോഡ് റേസ് സ്റ്റാർട്ട് ഫ്രം കാഥോഡ്. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു, നിയർലി 10,000 വോൾട്ട് അല്ലേ. പിന്നെന്ത് ചെയ്തു? വി റെഡ്യൂസ്ഡ് ദി പ്രഷർ ഇൻസൈഡ് ദാറ്റ് ഡിസ്ചാർജ് ട്യൂബ് ടു 0.0001 അറ്റ്മോസ്ഫിയർ. അതായത് 10⁻⁻⁴. ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നതിനെ പ്രഷർ കുറച്ച് ആ വാല്യൂ നിങ്ങൾ നോക്കണം. എൻട്രൻസ് പോയിന്റ് ആണ് 0.0001. 10⁻⁻⁴ അറ്റ്മോസ്ഫിയർ. 0.0001 10⁻⁻⁴ അറ്റ്മോസ്ഫിയർ. അത്രയും ചെറിയ പ്രഷർ അതിനകത്ത് വന്നപ്പോഴാണ് കാഥോഡിൽ നിന്ന് ഗ്ലോ ആനോഡിലേക്ക് പോകാൻ തുടങ്ങിയത്. റൈറ്റ്? ദീസ് റേസ് ആർ നോൺ ആസ് കാഥോഡ് റേസ്. ഈ റേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ് റേസ് എന്ന്. കാഥോഡ് റേസ് എപ്പോൾ ഉണ്ടാകുന്നു? നമുക്ക് ഒറ്റയടിക്ക് പറയാം. എങ്ങനെയാ പറയുന്നത്? ഇൻ ദി ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് when we are applying high voltage and low pressure, when the pressure inside that discharge tube is very low and very high voltage is applied, then certain rays emitted from cathode and it is proceeding to anode, and you can say that it is this kind of rays, these rays are cathode rays. ഈ റേസിനെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? കാഥോഡ് റേസ് എന്ന് വിളിക്കാം. ഈ റേസിനെയാണ് നമ്മൾ കാഥോഡ് റേസ് എന്ന് വിളിക്കുന്നത്. ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട് ഇതിന്? കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതിലൊന്ന്, കാഥോഡ് റേസ് കാഥോഡിൽ നിന്നുണ്ടായ റേസ് ആണല്ലോ. ഇതോ നോക്കിക്കേ, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വെച്ചു. കാഥോഡ് റേ പോകുന്നു, അതിലൊരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചു, പോസിറ്റീവ് ചാർജ് ഉള്ളത് വെച്ചു. എന്ത് സംഭവിച്ചു? അതിനടുത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു. കാഥോഡ് റേ എന്ത് ചെയ്തു? പോസിറ്റീവ് ചാർജിന് അടുത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു അല്ലേ. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. കാഥോഡ് റേസ് പോസിറ്റീവ് ചാർജിന് അടുത്തേക്ക് പോകും,
നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകും എന്ന് പറഞ്ഞാൽ കാഥോഡ് റേയുടെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് റേസ്. എന്ത് പറയാം നമുക്ക്? കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് റേസ് അല്ലേ? കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് റേസ്. എന്നിട്ട് നമ്മൾ എന്ത് പറയും? സാധാരണഗതിയിൽ നിങ്ങൾ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ കാഥോഡ് റേസ് ആൾവേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. എപ്പോഴും എങ്ങനെ പോകുന്നു? സ്ട്രൈറ്റ് ലൈനിൽ പോകുന്നു. എന്തില്ലെങ്കിൽ? ഇലക്ട്രിക് ഫീൽഡ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ. ഇഫ് യു ആർ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്, ദി കാഥോഡ് റേ ഈസ് ഡിഫ്ലക്റ്റഡ്. കാഥോഡ് റേ എന്ത് ചെയ്യപ്പെട്ടു? ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടു. ഇനി നിങ്ങൾ അവിടെ ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചേ, again you can see that there is a deflection. അവിടെ എന്തുണ്ട്? ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രോപ്പർട്ടീസ്? ദി ഫസ്റ്റ് വൺ, കാഥോഡ് റേസ് ആൾവേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. സെക്കൻഡ് എന്താ? ഇറ്റ് ക്യാൻ ഡിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഇലക്ട്രിക് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. പിന്നൊരു പ്രോപ്പർട്ടി കൂടെ ഞാൻ പറഞ്ഞു, കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ് റേസ്. കാഥോഡ് റേസ് എന്താ? നെഗറ്റീവ് ചാർജ് ഉള്ള റേസ് ആണ്. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചത്? പോസിറ്റീവിന് അടുത്തേക്ക് പോയി നെഗറ്റീവിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് വൈ കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ് റേസ്. ഓക്കെ, 3 പ്രോപ്പർട്ടി ആയി, തീർന്നില്ല, ഇനിയുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വി ഓൾറെഡി എക്സ്പ്ലെയിൻ 3 പ്രോപ്പർട്ടീസ്. 3 പ്രോപ്പർട്ടീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? വി നോ ദാറ്റ് നൗ കാഥോഡ് റേസ് ദേ ആൾവേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. ഇതെങ്ങനെയാ സ്ട്രൈറ്റ് ലൈനിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് കാഥോഡ് റേസ് ദേ ആൾവേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ? നിങ്ങൾ കാഥോഡ് റേസ് പോകുന്ന ട്രാക്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചാൽ യു വിൽ ഗെറ്റ് ദി ഷെയ്ഡ് ഓൺ അനദർ സൈഡ്. അതായത് കാഥോഡ് റേസ് അങ്ങ് അപ്പുറത്തേക്ക് കടന്നു പോവില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ആൾവേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ. നിങ്ങൾക്ക് അപ്പുറത്തൊരു ഷെയ്ഡ് കിട്ടും അല്ലേ? ഞാൻ കഴിഞ്ഞ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞു, സ്ട്രൈറ്റ് ലൈനിലാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, ആൻഡ് വി ആൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് cathode rays are negatively charged rays. They are deflected by both electric as well as magnetic field. ഇത് നമ്മൾ കണ്ടു. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൊണ്ട് ഡിഫ്ലക്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ്, വെൻ വി ആർ കാൽക്കുലേറ്റിംഗ് ദി സ്പീഡ് ഓഫ് ദി കാഥോഡ് റേസ്, കാഥോഡ് റേസിന്റെ സ്പീഡ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, normally the speed is 1/10th that of, near to 1/10th that of light. ലൈറ്റിന്റെ 1/10th വെലോസിറ്റിയിലാണ് കാഥോഡ് റേസ് നോർമൽ ട്രാവലിംഗ് എന്ന് പറയാം. നിയർ ടു ദാറ്റ്, എക്സാക്റ്റ് ഒന്നുമല്ല. ബട്ട് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് പറയും, കാഥോഡ് റേയുടെ സ്പീഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ദി വോൾട്ടേജ് അപ്ലൈഡ്. നമ്മൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ദി സ്പീഡ് ഓഫ് ദി കാഥോഡ് റേസ് വിൽ ഇൻക്രീസ്. ഷാൽ യു ഗെറ്റ് മീ? അപ്പോൾ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് ആണെന്നുള്ള കോൺസെപ്റ്റ് വേണ്ട. പക്ഷേ ലൈറ്റിനോളം സ്പീഡില്ല, 1/10 ഒക്കെ വരൂ. ദാറ്റ് ഡിപ്പെൻഡ്സ് ദി വോൾട്ടേജ് അപ്ലൈഡ്. അത് എൻട്രൻസ് പോയിന്റ് ആണ്, കോൺസ്റ്റന്റ് അല്ല സ്പീഡ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്, ഇറ്റ് പൊസസ് മെക്കാനിക്കൽ എഫക്റ്റ്. എന്താ മെക്കാനിക്കൽ എഫക്റ്റ്? മെക്കാനിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് റേ ട്രാവൽ ചെയ്യുന്ന ട്രാക്കിൽ വെൻ യു ആർ പ്ലേസിങ് എ ലൈറ്റ് വെയ്റ്റ് ഫാൻ, വളരെ ചെറിയ വെയിറ്റുള്ള ലീഫുകൾക്ക് ലൈറ്റ് വെയിറ്റ് വളരെ കുറഞ്ഞ ഒരു ഫാൻ വെച്ചാൽ യു ക്യാൻ സീ ദാറ്റ് ദി ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. ഫാൻ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. മീൻസ് this cathode ray is doing a work. That means it possesses energy and it possesses mechanical effect. അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, അത് ഒരു വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് പറയാം ഇറ്റ് പൊസസ് മെക്കാനിക്കൽ എഫക്റ്റ്. അത് മെക്കാനിക്കൽ എഫക്റ്റ് ഉള്ള സംഭവങ്ങളാണ് കാഥോഡ് റേസ്. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഈസ് ദാറ്റ്
ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എക്സ്റേസ്. എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ പോകുന്ന ട്രാക്കിൽ ഡെൻസ് ആയിട്ടുള്ള ഒരു മെറ്റൽ, വെയിറ്റ് നല്ല ഡെൻസിറ്റി ഉള്ള ഒരു മെറ്റൽ പ്ലേസ് ചെയ്താൽ ഹൈ വെലോസിറ്റി ഉള്ള കാഥോഡ് റേസ് ചെന്ന് അതിൽ ഇടിച്ചിട്ട് ഫ്രം ദാറ്റ് മെറ്റൽ എക്സ്റേസ് വിൽ ബി ജനറേറ്റഡ്. അതിൽ നിന്ന് എന്ത് ജനറേറ്റ് ചെയ്യപ്പെടും? എക്സ്റേസ് ജനറേറ്റ് ചെയ്യപ്പെടും. എങ്ങനെ? കാഥോഡ് റേസ് പോകുന്ന ഹൈ എനർജി കാഥോഡ് റേസ് പോകുന്ന ട്രാക്കിൽ ഒരു ഡെൻസ് മെറ്റൽ പ്ലേസ് ചെയ്താൽ, ഡെൻസിറ്റി കൂടിയ മെറ്റൽ പ്ലേസ് ചെയ്താൽ ആ മെറ്റലിൽ നിന്ന് എന്ത് എമിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം? എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. സോ കാഥോഡ് റേസ് ക്യാൻ പ്രൊഡ്യൂസ് എക്സ്റേസ്. മറ്റൊരു പ്രോപ്പർട്ടി എന്താ? കാഥോഡ് റേസ് ക്യാൻ പ്രൊഡ്യൂസ് എക്സ്റേസ്. കാഥോഡ് റേസിന് എക്സ്റേസിനെ ഉണ്ടാക്കാൻ കഴിവുണ്ട്. വെൻ ഇറ്റ് ഈസ് ഹിറ്റിംഗ് എ ടാർജറ്റ്. ടാർജറ്റ് എന്ന് പറയുന്നത് എന്താ? ഹെവി മെറ്റൽസ്, ഡെൻസ് മെറ്റൽസ്. ഷാൽ യു ഗെറ്റ് മീ? ഇതതിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കാഥോഡ് റേസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുക. ഇൻ ദിസ് ട്യൂബ് വളരെ കുറഞ്ഞ പ്രഷറിലാണെങ്കിലും സം ഗ്യാസ് ഈസ് ഫിൽഡ്. കുറച്ച് ഗ്യാസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ പോകുന്ന ട്രാക്കിൽ ഈ കാഥോഡ് റേസ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇറ്റ് വിൽ ഹിറ്റ് ഓൺ ദിസ് ഗ്യാസ് മോളിക്യൂൾസ്. ഈ പോകുന്ന വഴിയിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൽ കൊളൈഡ് ചെയ്യും. എന്നിട്ട് ആ ഗ്യാസ് മോളിക്യൂൾസിൽ നിന്ന് ഇലക്ട്രോൺസിനെ കൂടെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസിൽ അതിൻ്റെ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളെ കൂടെ ഇടിച്ചിളക്കിയാൻ കൊണ്ടുപോകും. ആസ് എ റിസൾട്ട് ഗ്യാസ് മോളിക്യൂൾസ് ബിക്കംസ് അയോൺസ്. ഗ്യാസ് മോളിക്യൂൾസ് എന്തായി മാറും? അയോൺസ് ആയി മാറും. എന്താ ഞാൻ പറഞ്ഞത്? കാഥോഡ് റേസിന് നല്ല കൈനറ്റിക് എനർജി ഉണ്ട്. When it moves in straight line, I told you that certain gas is filled at very low pressure inside this discharge tube. ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് വളരെ ലോ പ്രഷറിൽ എന്ത് നിറച്ചിട്ടുണ്ട്? ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂളിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൽ നിന്ന് എന്ത്? അതിനകത്തുള്ള ഇലക്ട്രോൺസ് കൂടി, കുറച്ച് ഇലക്ട്രോൺസിനെ കൂടി ഇടിച്ചിളക്കിക്കൊണ്ട് പോകും. ദാറ്റ് ഈസ് വൈ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ്, സാധ്യത ആർക്കുണ്ട്? ആ പ്രോപ്പർട്ടിയും കാഥോഡ് റേസിനുണ്ട്. സോ കാഥോഡ് റേസ് ക്യാൻ അയണൈസ് ഗ്യാസസ്. ദാറ്റ്സ് അനദർ പ്രോപ്പർട്ടി. കാഥോഡ് റേസ് ക്യാൻ അയണൈസ് ഗ്യാസസ്. ഇറ്റ്സ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് കാഥോഡ് റേസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ഷോ ഫ്ലൂറസെൻസ്. ഫ്ലൂറസെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. വാട്ട് ഈസ് ഫ്ലൂറസെൻസ്? എന്താ ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാൽ? വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ്, ഏതെങ്കിലും റേഡിയേഷൻ ചെന്ന് എന്തിൽ വീഴുന്നു? ഫ്ലൂറസെന്റ് മെറ്റീരിയലിൽ വീഴുന്നു. ദെൻ ദിസ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽ വിൽ എമിറ്റ് ഹൈ വേവ് ലെങ്ത് ലൈറ്റ്, അല്ലേ? കുറച്ചുകൂടി വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇതാണ് ഫ്ലൂറസെൻസ്. ദിസ് ഫ്ലൂറസെൻസ്, ഈ ഫ്ലൂറസെൻസിനെ ഫ്ലൂറസെൻസ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? കാഥോഡ് റേസിന് പറ്റും. കാഥോഡ് റേസിന് ഫ്ലൂറസെൻസ് ഉണ്ടാക്കാൻ കഴിയും. ദാറ്റ് ഈസ് നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് കാഥോഡ് റേസ്. അപ്പോൾ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന്, നെഗറ്റീവ്ലി ചാർജ് റേസ് ആണെന്ന് പറഞ്ഞു. ദേ ആൾവേസ് ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. ദെൻ അടുത്ത മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ദേ ക്യാൻ ഡിഫ്ലക്റ്റഡ് ബൈ ബോത്ത് ഇലക്ട്രിക് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ദേ പൊസസ് മെക്കാനിക്കൽ എഫക്ട്. ഇറ്റ്സ് സ്പീഡ് ഈസ് 1/10 ദാറ്റ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ അത് എറൗണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വോൾട്ടേജ് അപ്ലൈഡ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ അയണൈസ് ഗ്യാസസ്, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എക്സ്റേസ്, അല്ലേ? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ്, അതിന് ഫ്ലൂറസെൻസ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഫോർ ദിസ് cathode ray is that the ejection of cathode ray never depend the material used in the cathode or gas filled inside that tube. Confusion കൂടി. അതായത് കാഥോഡ് റേസ് എമിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയെ ഈ കാഥോഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ, അത് ഏത് മെറ്റൽ ആയാലും കാഥോഡ് റേ ഉണ്ടാവും. ഈ കാഥോഡിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഏതായാലും കാഥോഡ് റേ ഉണ്ടാവും. ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസ് ഏതായാലും കാഥോഡ് റേ ഉണ്ടാകും. ദാറ്റ് മീൻസ് കാഥോഡ് റേസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്.
കാഥോഡ് റേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. എങ്ങനെയാണെങ്കിൽ if we are using different metals as cathode or if we are filling different gases in the discharge tube. ഡിസ്ചാർജ് ട്യൂബിനകത്ത് വ്യത്യസ്തമായ ഗ്യാസ് നിറച്ചാലും വ്യത്യസ്തമായ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് കാഥോഡ് ഉണ്ടാക്കിയാലും you will get cathode rays. That means the ejection of cathode rays never depend. കാഥോഡ് റേ ഇജക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെവർ ഡിപ്പെൻഡ്സ് the material used in cathode or gas filled inside that discharge tube. Okay, all these are the properties of cathode rays. Okay, is it clear for you? Okay, thank you.